ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 30/10/2021, അതായത് 30 ഒക്ടോബർ 2021 കേരള PSCയുടെ 1ാം ഘട്ട ഡിഗ്രി ലെവൽ പ്രാഥമികഘട്ട പരീക്ഷ നടക്കുകയുണ്ടായി. അവിടെ ചോദിച്ച 100ഓളം ചോദ്യങ്ങളുടെ ചോദ്യവും അതുപോലെ തന്നെ ഉത്തരവുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. കേരള PSC ഇതേവരെ ഒരു ആൻസർ കീ പുറത്ത് വിട്ടിട്ടില്ല. തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കും കേരള PSC ആൻസർ കീ പുറത്ത് വിടുക. അപ്പോൾ നമ്മളിവിടെ 100ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒഫീഷ്യലായിട്ടുള്ള കീ ഇനിയും വരുവാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മുൻകൂർ ജാമ്യം എന്നോണം പറയുകയാണ്. ഒരുപക്ഷെ മിസ്റ്റേക്കുകൾ വരാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം നമ്മൾ മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൻ്റെ അകത്ത് പിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതാണ്. അപ്പം ഈ ഒരു പരീക്ഷയെപ്പറ്റി പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടൊരു ഐഡിയ പലർക്കും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും വെയിറ്റേജിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിൽ എത്ര മാർക്ക് ചോദിക്കും, അല്ലാന്നുണ്ടെങ്കിൽ മാത്സും റീസണിങ് കൂടെ 10 മാർക്കാണോ അതോ പഴയതുപോലെ തന്നെ 20 മാർക്കാണോ, അങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ സാധാരണ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് 20 മാർക്കിൻ്റെ ചോദ്യം വരുമോ, അങ്ങനെയുള്ള ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് 20 മാർക്ക് ചോദിച്ചു, ആ ഒരു കാര്യം ഡൗട്ട് ഉണ്ടായിരുന്നു. 20 മാർക്ക് വരുമോ 10 മാർക്ക് വരുമോ എന്നൊരു കാര്യം ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവിടെ 20 മാർക്ക് വന്നു. അതുപോലെ മാത്സും റീസണിങ് കൂടെ 20 മാർക്ക് വന്നു. മലയാളം 10 മാർക്ക് വന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിരുന്നു. കലാസാഹിത്യം പുരസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിരുന്നു. തീർച്ചയായിട്ടും അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നു. എന്നിരുന്നാൽ പോലും അവിടെ നിന്നൊക്കെ വെയിറ്റേജ് കുറവായിരുന്നു ചോദ്യങ്ങൾക്ക്. അതുപോലെ തന്നെ IT ആൻഡ് സൈബറിലോ സാധാരണ കൃത്യമായിട്ട് 10 മാർക്ക് ചോദിക്കുന്നതായിരുന്നു. ഇവിടെയും കൃത്യമായിട്ട് 10 മാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയും വെയിറ്റേജ് കുറവായിരുന്നു. എന്നിരുന്നാൽ പോലും സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന IT ആൻഡ് സൈബറിലേക്ക് സ്ഥിരം റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. 10th ലെവൽ എക്സാം ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ സ്ഥിരം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇവിടെ പുതിയ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ മാത്സ് പൊതുവെ സാധാരണ ചോദിക്കുന്ന രീതിയിൽ തന്നെയുള്ള ചോദ്യങ്ങളാണ്. ടൈം എടുക്കുന്ന 1-2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ചും വർക്ക് ആൻഡ് ടൈമിൻ്റെ ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി അവിടെ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ ഒരു പരീക്ഷയെപ്പറ്റി പൊതുവെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിപ്രായം. പൊതുവെ ഈ ഒരു പരീക്ഷ പാടായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കും. ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ അതതിൻ്റെ നിലവാരം പുലർത്തി എന്ന് തന്നെ പറയാം. കട്ട് ഓഫിനെ പറ്റി ഒരുപാട് ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. പൊതുവേ ഇത് ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വളരെ കുറയുവാനാണ് ചാൻസ്. ഇപ്പോൾ ഒരു പ്രഡിക്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. എന്നിരുന്നാൽ പോലും കട്ട് ഓഫ് ഒരുപാട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഇല്ല. ഓക്കെ, നമുക്ക് ഇവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്തൊക്കെയാണെന്നൊരു കാര്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് D ആണ്. നമുക്ക് നോക്കാം. 3, 8, 13, 18 എന്ന ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 78? ഓപ്ഷൻ C ആണ് കേട്ടോ. ഓപ്ഷൻ C ആണ്. TN = nth ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ D + 1 എന്നുള്ളതാണ് ഇക്വേഷൻ. ഇവിടെ ഇക്വേഷൻ ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഇവിടെ ഇനി ആൻസർ പറഞ്ഞു പോവാണ്. ഇവിടെ ഓപ്ഷൻ C ആണ് ഇവിടെ ആൻസർ. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം, ഈ ഒരു ചോദ്യം ലഘൂകരിക്കാനാണ് ചോദിച്ചിരുന്നത്. ഇതിൻ്റെ ആൻസർ എത്ര വരെ? ഇതിൻ്റെ ആൻസറും ഓപ്ഷൻ B 16 തന്നെയാണ്. 10 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നാലാമത്തെ ചോദ്യം, ഇതിൻ്റെ ആൻസർ 9 ആണ്. ഓപ്ഷൻ D 9 ആണ് ഇവിടെ ആൻസർ. 2187 എന്നുള്ളത് 3:7 ആണ് എന്നൊരു കാര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 243 എന്നുള്ളത് 2:5 ആണ് എന്നുള്ളൊരു കാര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാമായിരുന്നു. ഇവിടെ 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ 6 ആണ് കേട്ടോ. ആക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ ആക്സസ് സമയം എന്നുള്ളത് കമ്പ്യൂട്ടറിനകത്ത് വരുന്ന ടൈമാണ്. ഇത് പലയിടത്ത് വരും. CPU സംബന്ധിച്ച് ആക്സസ് ടൈമുണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം, ഫെച്ച്, എക്സിക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ സൈക്കിളുകളുണ്ട്. അതുപോലെ തന്നെ മെമ്മറിക്കകത്തുകൊണ്ട് ആക്സസ് സമയമുണ്ട്. ഇവിടെ മാച്ച് ആവുക ഓപ്ഷൻ A ആണ്. ഇവിടെ മാച്ച് ആവുക സംഭരിച്ച ഡാറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ടുന്ന സമയം. മലയാളത്തിലാണ് ടേമുകൾ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കൺഫ്യൂസിങ് ആണ്. എന്നിരുന്നാൽ പോലും ഇവിടെ ആൻസർ ഓപ്ഷൻ A ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിന് ഉദാഹരണം? മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിനെ പറ്റിയിട്ടൊക്കെ ആദ്യമായിട്ടാണ് ചോദിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ആൻസർ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണ് കേട്ടോ. അത് ഇവിടെ മലയാളത്തിൽ തന്നിരിക്കുന്നു. ഏറ്റവും ചെറിയ ജോലി ആദ്യം, അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പം ഇവിടെ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറയുന്ന അൽഗോരിതമാണ് എക്സാമ്പിൾ. അപ്പം ഏറ്റവും ചെറിയ ജോലി ആദ്യമാണ്. ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസർ. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കാത്തതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്. എന്ത് തരം നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്? ഓപ്ഷൻ B സ്റ്റാർ ആണ്. ഓപ്ഷൻ B സ്റ്റാർ ടോപ്പോളജി ആണ്. ഫ്ലോ ചാർട്ട് ഒരു തരം ഡാഷ് ആണ്. ഫ്ലോ ചാർട്ട് എന്നത്
അത് ഗ്രാഫിക്സ് അല്ല, അത് തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാമിൻ്റെ പ്രോസസ്സ് കൺട്രോളിനെ കാണിക്കുന്ന സംഗതിയാണ് ഫ്ലോ ചാർട്ട്. അപ്പം ഇവിടെ ചാൻസ് ഇവിടെ ഓപ്ഷൻ ഡി ആവാനാണ് ചാൻസ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം. കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ കാണാതായ പദം കണ്ടെത്തുക. 11ാമത്തെ ചോദ്യം. ഇതിൻ്റെ ആൻസർ 63 തോക്ക്, ബുള്ളറ്റ്, ചിമ്മിനിയിൽ നിന്ന്, തോക്കിൽ നിന്നാണ് ബുള്ളറ്റ് വരുന്നത് അല്ലേ? അതുപോലെ ചിമ്മിനിയിൽ നിന്ന് എന്താണ് വരിക? പുകയാണ് വരിക. ഒറ്റയാനെ കണ്ടെത്തുക. ഒരല്പം ടൈം എടുക്കുന്ന ചോദ്യമായിരുന്നു. ഇവിടെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 964 ഇതിൻ്റെ ഉത്തരം. അതുപോലെ തന്നെ ഈ ഒരു കോഡ് ഒരു പ്രത്യേക കോഡ് പ്രകാരം ടീച്ചറിന് ഇങ്ങനെ എഴുതാം എങ്കിൽ അതേ കോഡ് പ്രകാരം എഡ്യൂക്കേഷനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ചോദ്യം. 14ാമത്തെ ചോദ്യം. ഇതിൻ്റെ ആൻസർ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. അതുപോലെ ഈ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് 15. ഇതിൻ്റെ ഉത്തരം 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 9 ദസ്സല എന്ന ഭൂമി റവന്യൂ സംവിധാനം ആരംഭിച്ചത് അക്ബറായിരുന്നു. ഓപ്ഷൻ സി അക്ബറായിരുന്നു. അതുപോലെ 17ാമത്തെ ചോദ്യം. താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ ശരിയായിട്ട് പ്രതിനിധീകരിക്കുന്നത്? 17ാമത്തെ ചോദ്യം. ഇതിൻ്റെ ഉത്തരം വരിക സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കുറച്ചും കൂടെ മാറ്റമെന്ന്. ഓപ്ഷൻ സി ആണ്. അതായത് ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്യുന്നത് 1920 നമുക്കറിയാം 1-ാം ലോക മഹായുദ്ധം വരുന്നത് 1914 കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ജർമ്മൻ റിവോൾട്ട് അത് പറയുന്നുണ്ട്, അത് 18-19 കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭയുള്ളത് ഓപ്ഷൻ ഉത്തരമായിട്ട് വരില്ല. അത് വരുന്നത് പിന്നീടാണല്ലോ, 1940-കളിലാണല്ലോ ഐക്യരാഷ്ട്രസഭ വരുന്നത്. അപ്പം എയുമല്ല ഡിയുമല്ല. ജർമ്മനിയിലെ കലാപം ബി അല്ലെങ്കിൽ സി ആണെന്നൊരു കാര്യം നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാവും. അപ്പോൾ ലീഗ് ഓഫ് നേഷൻസും കൂടെ വരും. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് അതും 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമാണ് ലീഗ് ഓഫ് നേഷൻസും. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. അതുപോലെ 18ാമത്തെ ചോദ്യം. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ പ്രസ്താവനകൾ വായിച്ചതിന് ശേഷം ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. 18ാമത്തെ ചോദ്യം. ഇവിടെ ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അതായത് ദേശീയ പരമാധികാരം എന്ന അവകാശവാദമാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. അപവാദവുമായിട്ടാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. അതുപോലെ സ്വയം പ്രതിരോധം അല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1970 ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. ഇവിടെ 1ാമത്തെ പ്രസ്താവന മാത്രമാണ് കറക്റ്റായിട്ടുള്ളത്. 19ാമത്തെ ചോദ്യം. സ്വച്ഛാധിപത്യത്തിന് അനുകൂലമായ പാർലമെൻ്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഫ്രഞ്ച് വിപ്ലവം തന്നെയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വികസന തന്ത്രത്തിൻ്റെ 3 തൂണുകൾ എന്തൊക്കെയായിരുന്നു? 20ാമത്തെ ചോദ്യം. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതിവേഗ വ്യവസായം, അതുപോലെ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, അതുപോലെ തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, അതുപോലെ മിക്സഡ് എക്കണോമി അഥവാ ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. 21ാമത്തെ ചോദ്യം മാത്സിൽ നിന്നാണ്. ഇതിൻ്റെ ആൻസർ 240 കേട്ടോ. 240. അതുപോലെ തന്നെ 22ാമത്തെ ചോദ്യം. ഇതിൻ്റെ ആൻസർ വരിക 36. വർക്ക് ആൻഡ് ടൈമിൽ നിന്നുള്ള ചോദ്യമാണ്. കുറച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇത്. അതുപോലെ തന്നെ 23ാമത്തെ ചോദ്യം. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ചോദ്യത്തിൻ്റെ അകത്ത്. പ്രോപ്പറായിട്ട് ആൻസർ കിട്ടുന്നില്ല. ഇതൊരു പക്ഷേ ക്യാൻസൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. സ്ഥിരം അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതും ആ ഒരു ടൈപ്പിലുള്ള ചോദ്യമാവാം, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാവാം. 24ാമത്തെ ചോദ്യം വായിച്ചു നോക്കുക. കിരൺ ഒരു സ്വകാര്യ സാമ്പത്തിക സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം 12% വാർഷിക പലിശ നിരക്കിൽ 50,000 രൂപ അർദ്ധവാർഷിക കാലയളവിൽ സംയുക്തമായിട്ട് നിക്ഷേപിച്ചു. 1 വർഷത്തിന് ശേഷം കിരണിന് തിരികെ ലഭിക്കുന്ന തുക എത്രയാണ്? അർദ്ധവാർഷികമാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. 56,180 രൂപയാണ്. 25ാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ വരിക, ചോദ്യം വായിക്കാൻ നിൽക്കുന്നില്ല, 396 രൂപയാണ് കേട്ടോ. ക്രെഡിറ്റ് നിയന്ത്രിക്കുവാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? 28ാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ ഓൾ ആണ് കേട്ടോ. ഇതെല്ലാം ഉപയോഗിക്കുന്ന കാര്യമാണ്. എല്ലാം ശരിയാണ്. അതായത് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. എല്ലാം ശരിയാണ്. 29ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയുടെ ആരോഹണ ക്രമം, കാലക്രമ പട്ടിക ഏതാണ്? ആരോഹണക്രമം അഥവാ കാലക്രമ പട്ടിക എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. ഓപ്ഷൻ ബി
3, 2, 4, 1. 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരത്തിന് പോൾ ആർ മിൽഗ്രോമും അതുപോലെ തന്നെ റോബർട്ട് ബി വിൽസണും അർഹരായത് അവരുടെ എന്ത് സംഭാവനയ്ക്കാണ്? 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരത്തിന് പോൾ ആർ മിൽഗ്രോമും അതുപോലെ റോബർട്ട് ബി വിൽസണും അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്കാണ്? ഓപ്ഷൻ എ ആണ് ലേല സിദ്ധാന്തത്തിൻ്റെ പുനർനിർമ്മിതിക്കും അതുപോലെ പുതിയ ലേല ഫോർമാറ്റിൻ്റെ കണ്ടുപിടുത്തത്തിനും. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. 2021 ദേശീയ സംയോജനത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏത്? നാഷണൽ ഇൻ്റഗ്രിറ്റിയാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായവ ഏത്? 32ാമത്തെ ചോദ്യം. ഇവിടെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റായിട്ടുള്ളത്. കോവാക്സിൻ COVID-19 നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനാണ്. ഭാരത് ബയോടെക്കാണ് നിർമ്മിച്ചത്. അത് കറക്റ്റാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ എന്താണ് വികസിപ്പിച്ചത്? അവരുടേതാണ് കോവിഷീൽഡ്. അതുപോലെ തന്നെ ഇത് നമുക്കറിയാം, ഇത് മൂക്കിൽ കൂടി ഉപയോഗിക്കുന്ന വാക്സിൻ അല്ല. അപ്പം ഒന്നാമത്തേത് മാത്രമാണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. മണികാ ബത്ര താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു? ടേബിൾ ടെന്നീസാണ്. അസുര കീഴടക്കിയവരുടെ കഥ എന്ന ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണ്? 34ാമത്തെ ചോദ്യം. ആനന്ദ് നീലകണ്ഠനാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. ആനന്ദ് നീലകണ്ഠൻ. ആരാണ് വളയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? വാല സമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത് ആരാണ്? 35 പണ്ഡിറ്റ് കെ കറുപ്പനാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. റാം മാധവൻ്റെ പുത്രൻ്റെ സഹോദരനാണ് എങ്കിൽ റാം മാധവൻ്റെ ആരാണ്? 36ാമത്തെ ചോദ്യം. ഇതിൻ്റെ ഉത്തരം കൊച്ചുമകനാണ് അഥവാ ഗ്രാൻഡ് സൺ ആണ്. അതുപോലെ ക്ലോക്കിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. 7:30 കാണിക്കുന്നു എങ്കിൽ ക്ലോക്കിൽ കാണിച്ച, അതായത് കണ്ണാടിയിൽ 7:30 കാണിക്കുന്നു എങ്കിൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്രയെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ 4:50 ആണ് കേട്ടോ. 4:50 ഓപ്ഷൻ എ ആണ്. അതുപോലെ തന്നെ ക്ലോക്കിൽ നിന്ന് മറ്റൊരു ചോദ്യം. ഒരു ഘടികാരത്തിൻ്റെ മിനിറ്റ് സൂചി 35 മിനിറ്റിൽ കാണിക്കുന്ന കോണിൻ്റെ അളവ് എത്രയാണ്? 38ാമത്തെ ചോദ്യം. 210 ഡിഗ്രിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി 210 ഡിഗ്രി. അതുപോലെ ഫെബ്രുവരി 1, 2008 ഒരു ബുധനാഴ്ചയാണെങ്കിൽ മാർച്ച് 4, 2008 ഏത് ദിവസം ആയിരിക്കും? അത് ഞായറാഴ്ചയാണ് കേട്ടോ. ഓപ്ഷൻ ബി ഞായറാഴ്ച. പി എന്നത് ക്യൂവിൻ്റെ തെക്ക് ഭാഗത്തും ആർ എന്നത് ക്യൂവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുമാണെങ്കിൽ P, R ഏത് ദിശയിൽ ആയിരിക്കും? 40ാമത്തെ ചോദ്യം. ഇതിൻ്റെ ആൻസർ സി ആണ് കേട്ടോ. തെക്ക് കിഴക്ക് ദിശയിലായിരിക്കും. അതുപോലെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO രൂപീകരിച്ച വർഷം ഏതാണ്? 1969 ആണ്. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. 2008 IT ആക്ട് 66A എന്ന വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു? ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. സിറോളജി ടെസ്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്തുമായിട്ടാണ്? ആൻറ്റിബോഡി പരിശോധനയാണ് അവിടെ അതിൻ്റെ ആൻസർ. COVID-19 ആൻറ്റിബോഡി പരിശോധനയാണ് ഇവിടെ കൃത്യമായിട്ട് മാച്ചാവുന്നത്. ഇനി എന്താണ് PC ഉദ്ദേശിച്ചെന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ഒന്നെങ്കിലും ഓപ്ഷൻ ഡി ആൻസറായിട്ട് വരാം. COVID-19 മാത്രമല്ലല്ലോ, സെറോളജി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ശരീരസ്രവങ്ങളെല്ലാം പരിശോധിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് COVID-19 മാത്രമല്ല, അതൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. ഇനിയിപ്പം ഓപ്ഷൻ ഡി ആണോ കേരള PC ഉദ്ദേശിക്കുന്നത്? കേരള PCക്ക് മാത്രമേ അറിയൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷ ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? 46ാമത്തെ ചോദ്യം. ഇവിടെ ഡി ആണ് കേട്ടോ. ഓൾ ദ എബോവ്. താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ? നമുക്കറിയാം മംഗലപ്പുഴയും ഇടമലയാറുമാണ് ഇതിൻ്റെ ആൻസർ. 47ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. അതായത് ഇവിടെ ഓപ്ഷൻ്റെ അകത്ത് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് എ ആണ്. 1ഉം 2ഉം മാത്രം. 1ഉം 2ഉം ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2-1 ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. 48ാമത്തെ ചോദ്യം. 2143. കാറ്റിൻ്റെ ദിശയെയും അതുപോലെ തന്നെ ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? 49ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി 1 and 2.
താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. മേൽ പറഞ്ഞവയിൽ ശരിയായവ ഏതൊക്കെയാണ്? 50ാമത്തെ ചോദ്യം. ഇവിടെയും 1 and 2 ആണ് കേട്ടോ. 1, 2 ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? 51. 1ഉം 2ഉം മാത്രമാണ്. 1ഉം 2ഉം. അതായത് നമുക്ക് ഓപ്ഷൻ 3, അതായത് ഓപ്ഷൻ 3 എന്ന് പറയുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതായത് അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായിട്ട് വിമർശിച്ചു. അപൂർവമായിട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താണ്? അവർ വിമർശിച്ചില്ല എന്നല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് വളച്ചൊടിച്ച് കൊടുത്തേക്കാണ്. അവരെല്ലാം വിമർശിക്കുന്ന ആളുകളായിരുന്നു അല്ലേ? അപ്പം അത് തെറ്റായ പ്രസ്താവനയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ്. ഇവരെല്ലാം വിമർശിച്ചിരുന്ന ആളുകളാണ്. അപ്പം എന്തൊക്കെയായി കഴിഞ്ഞാലും ഓപ്ഷൻ്റെ അകത്ത് 3 വരാൻ വേണ്ടി പാടില്ല. ബാക്കിയെല്ലാം ഓപ്ഷൻ്റെ അകത്ത് 3 വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴും ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആരാണ്? 52ാമത്തെ ചോദ്യം. AV കുഞ്ഞമ്പു ആണ്. ഓപ്ഷൻ ഡി AV കുഞ്ഞമ്പു. 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. 53. ഇവിടെ ഉത്തരം വന്നേക്കാവുന്നത് 1ഉം 3ഉമാണ്. 1ഉം 3ഉമാണ് ഇവിടെ ഉത്തരമായിട്ട് വന്നേക്കാവുന്നത്. അതായത് ഓപ്ഷൻ സി ആയിരിക്കാം ഇവിടെ ഉത്തരം വന്നേക്കാവുന്നത്. TC കൊച്ചുകുട്ടി അമ്മ. എന്തായാലും ജയലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി വരില്ല. അത് നമുക്ക് അറിയാം. കാരണം ഇനിഷ്യലോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം അതല്ല എന്ന് നമുക്ക് ഊഹിക്കാം. അതുപോലെ തന്നെ അതെന്തായാലും ഉത്തരത്തിനകത്ത് വരില്ല എന്നൊരു കാര്യം ഊഹിക്കാം. പിന്നീട് വരാൻ വേണ്ടി സാധിക്കുന്നത് 1ഉം 3ഉമാണ്. PM കമലാവതി എന്ന് പറയുന്ന ലേഡി ക്ഷേത്രപ്രവേശന പരിപാടിക്ക് അതൊക്കെ പങ്കെടുത്ത വ്യക്തിയാണ്. അപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാലും 3 കറക്റ്റായിട്ട് വരും. 3 കറക്റ്റാണ്. പിന്നെ 1 വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും മേ ബി ഇതിൻ്റെ ആൻസർ വന്നേക്കാവുന്നത്. ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടാനില്ല. TC കൊച്ചുകുട്ടിയമ്മ. ഓപ്ഷൻ സി ആവാം ഇവിടെ ഉത്തരമായിട്ട് വന്നേക്കാവുന്നത്. ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതാണ്? 54ാമത്തെ ചോദ്യം. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ ദേശീയവാദികൾ ഇത് കണ്ടു. അത് കണ്ടതുകൊണ്ടാണ് പിന്നീട് പാർട്ടീഷൻ ചെയ്ത ബംഗാളിനെ വീണ്ടും തിരിച്ചു യോജിപ്പിക്കുന്നത്. 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 55ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചൽ കാർഡിൻ്റെ പോർട്ടബിൾ ഡോക്യുമെൻ്റ് അഥവാ PDF ഫോർമാറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ePIC എന്നാണ് കേട്ടോ. ePIC എന്നാണ്. തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചൽ കാർഡിൻ്റെ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് അഥവാ PDF ഫോർമാറ്റ് അറിയപ്പെടുന്ന പേര് എന്താണ്? ePIC ആണ്. ഇവിടെ സ്മോൾ ആണ് കേട്ടോ. ePIC. ഓപ്ഷൻസ് നല്ല കൺഫ്യൂസിങ് ആയിരുന്നു. ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും അതുപോലെ എൻക്യാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ്? 58ാമത്തെ ചോദ്യം. ഇവിടെ ഉത്തരമായേക്കാവുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നു. എവിടെയാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്? സോവറൈൻ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആമുഖത്തിലാണ്. ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്? ഹിന്ദിയാണ്. ബാക്കിയെല്ലാം ക്ലാസിക്കലാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് അഥവാ ഏവ ആണ് പോസ്കോയെക്കുറിച്ച് ശരിയായിട്ട് ഉള്ളത്? 61ാമത്തെ ചോദ്യം. ഇതിൻ്റെ ഉത്തരം വരിക ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ഇൻ ക്യാമറ ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ മുന്നിലല്ല ട്രയൽ, വിസ്താരമൊക്കെ പബ്ലിക്കിൻ്റെ മുന്നിലല്ല. ഈ പറഞ്ഞ പോലെ ഡോക്ടർമാരുണ്ടാവും,
അതുപോലെ തന്നെ കുട്ടികളുടെ ഗാർഡിയൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അതുപോലെ തന്നെ വളരെ സീക്രട്ട് നേച്ചറിലാണ് ഇതിൻ്റെ ട്രയൽ നടക്കുക. അതാണ് ഇൻ ക്യാമറ ട്രയൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുക. അങ്ങനെ വരുമ്പോൾ 1, 2, 3 സോളമൻ്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പ് എഴുതിയത് ആരാണ്? ജസ്റ്റിസ് കെ ടി തോമസ് ആണ്. ജസ്റ്റിസ് കെ ടി തോമസ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കുവാൻ കഴിവുള്ള ഹാൻഡ് ബ്ലോക്ക് അച്ചടിയായ ഡാബു പ്രിൻറ്റിങ് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? 63C രാജസ്ഥാനാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ, രാജസ്ഥാൻ. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ 2ാമത്തെ കലാരൂപം? നമുക്കറിയാം കൂടിയാട്ടമുണ്ട്, ഇപ്പം മുടിയേറ്റം അഥവാ മുടിയേറ്റ്. ഓപ്ഷൻ സി ആണ് 2ാമത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. തിരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല. ഓപ്ഷൻ ഡി ആണ്. താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുള്ളത്? ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനും കറക്റ്റാണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായവ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക, ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇവിടെ ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റായിട്ടുള്ളത്. ബാക്കി രണ്ടും, അപ്പർ ചേംബർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് രാജ്യസഭ, അത് കറക്റ്റാണ്. ബാക്കി 2ഉം 3ഉം തെറ്റാണ്. നമുക്കറിയാം അതിൻ്റെ ചെയർമാൻ വൈസ് പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതും തെറ്റാണ് അല്ലേ. നമുക്കറിയാം ആളുകളെ നോമിനേറ്റ് ചെയ്യാറുണ്ട്. മൗലിക അവകാശങ്ങൾ എന്നാൽ എന്താണ്? 68. ഇവിടെ ഇതിൻ്റെ അത് മാച്ചാവുക ഓപ്ഷൻ ഡി ആണ്. 1 മാത്രമാണ്, ന്യായീകരിക്കാവുന്നവയാണ്. ലോക്പാലിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? 69ാമത്തെ ചോദ്യം. ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷാണ്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ, ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9 ചേർത്തത് താഴെ പറയുന്നവയിൽ ഏത് വഴിയാണ്? ഏത് അമെൻമെൻറ്റ് വഴിയാണ്? 74ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യമാണ്. In order to travel, you need a passport. Dash, you might need a visa, immunization jobs, and fulfill quarantine conditions. ഇവിടെ ആൻസർ വരിക in addition ആണ്. in addition. I have seen her dash times this year, but not very often. I have seen her many times. When I go to the hospital, she അവിടെ dash sit in the waiting room. 73. She was sitting ആണ്. She was sitting in the waiting room. I will wait until I see him. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. ഇവിടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇതിനെ കറക്റ്റ് ലോജിക്കലായിട്ട് ഇതിനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. 75ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. 76. ദ ബാൾ ഹിറ്റ് മീ സ്ട്രെയിറ്റ് ഇൻ ദ ഡാഷ്. അതുപോലെ തന്നെ ഐ ട്രൈഡ് ടു ത്രെഡ് ദ കോട്ടൺ ത്രൂ ദ ഡാഷ് ഓഫ് ദ നീഡിൽ. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഐ ആണ്. ഐ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ അക്കോംസ് ഗ്രോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ പ്രോവർബ്? ഈ ഒരു പ്രോവർബിൻ്റെ അർത്ഥം എന്താണ്? 77. ഇവിടെ ആൻസർ ബി ആണ്. ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ എന്നാണ്. എല്ലാ വലിയ കാര്യങ്ങളും ചെറുതിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാണ്. ഹീ ഈസ് എ ഡാഷ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. ഹീ ഈസ് എ ചിപ്പ് ഓഫ് ആൻ ഓൾഡ് ബ്ലോക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. ഓപ്ഷൻ ഡി. ഐ വെയിറ്റഡ് ഡാഷ് 9 o'clock ആൻഡ് ദെൻ വെൻറ്റ് ഹോം. 79. ഐ വെയിറ്റഡ് അൻറ്റിൽ 9 o'clock. യു ഹാവ് ടു ടേക്ക് ആൻ എക്സാം ഡാഷ് ദ കോഴ്സ്. 80. ടു പാസ് ആണ്. യു ഹാവ് ടു ടേക്ക് ആൻ എക്സാം ടു പാസ് ദ കോഴ്സ്. മൈ ഡോട്ടർ ഈസ് ക്വൈറ്റ് ഷൈ ഡാഷ് ഷീ ഈസ് ആൻ അഗ്രസീവ് പ്ലെയർ ഇൻ ദ ബാഡ്മിൻ്റൺ കോർട്ട്. 81. ഇതിൻ്റെ ഉത്തരം വരിക ഹൗ ഓവർ ആണ്. ഓപ്ഷൻ ഡി ഹൗ ഓവർ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്
കൊളോക്കിയൽ നമ്മൾ പറയും. കൊളോക്കിയലിൻ്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ, കൊളോക്കിയൽ. 83 ഡാഷ് വാർ നെവർ സോൾവ്സ് എനിത്തിങ്. 83 ദ ആണ്, ദ. ഓപ്ഷൻ ബി ദ. 84 ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് ദ സ്റ്റേഷൻ അറ്റ് എക്സാക്ട്ലി ആണ്, എക്സാക്ട്ലി. ഓപ്ഷൻ സി എക്സാക്ട്ലി 6:15 PM. ഓപ്ഷൻ സി. റോസ പാർക്സ് വൺ ദ ത്രോൺ ഓഫ്. ഇവിടെ ത്രോൺ ഓഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ത്രോൺ ഓഫ് എന്നുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. 85 ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ടു മേക്ക് സം വൺ ഫോൾ ഡൗൺ സഡൻലി. അതാണ് ത്രോൺ ഓഫ്, അധികാരത്തിൽ നിന്ന് മാറ്റുക, ത്രോൺ ഓഫ്. 86 ദേ ക്യാനോട്ട് ഡിസൈഡ് ഡാഷ് ടു ട്രാവൽ നോർത്ത് വീണ്ടും ഡാഷ് സൗത്ത്. 86ാമത്തെ ചോദ്യം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഈതർ ഓർ ആണ്. അക്കിൻ എന്നുള്ളതിൻ്റെ സിനോണിം എന്താണ്? സിമിലർ ആണ് കേട്ടോ, സിമിലർ. ഓപ്ഷൻ സി സിമിലർ എന്നാണ്. അതുപോലെ 88ാമത്തെ ചോദ്യം, ഐ ഡോണ്ട് നോ ഇഫ് ഹീ ഈസ് കമ്മിങ്. ഇവിടെ ഇഫ് എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? 88 ടു എക്സ്പ്രസ് എ ഡൗട്ട് ആണ്. ദ ഹൗസ് ഈസ് സോ ഡേർട്ടി ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് മോഡൽ ഓക്സിലറി ഹിയർ? 89ാമത്തെ ചോദ്യം. ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻ ആണ്. ഹീ ഡാഷ് എ ലാർജ് ബിൽ അറ്റ് ദ ഷോപ്പിംഗ് സെൻറ്റർ യെസ്റ്റർഡേ. ഇവിടെ കറക്റ്റ് ഫ്രേസിൽ ചൂസ് ചെയ്യാനാണ് ചോദ്യം. റാനപ്പാണ് കേട്ടോ, ഓപ്ഷൻ സി റാനപ്പാണ്. ഉറുമ്പ് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? വമ്രിയാണ്. രസം എന്ന വാക്കിൻ്റെ വിപരീതം, രസം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? നീരസമാണ്. ഓപ്ഷൻ ബി നീരസമാണ്. സലിംഗ ബഹുവചനം ഏതാണ്? ഓപ്ഷൻ എ മിടുക്കന്മാരാണ്. പിരിച്ചെഴുതുക, ഇന്നി. അതെങ്ങനെ പിരിക്കാം? ഇന്ന് അധികം ഇ ആണല്ലേ. ഓപ്ഷൻ എ ആണ്, ഇന്ന് അധികം ഇ ആണ്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥം വരുന്ന ശൈലി എന്താണ്? ഇലയിട്ട് ചവിട്ടുക എന്നുള്ളതാണ്. യാചകൻ്റെ എതിർലിംഗം എഴുതുക. 96 യാചകിയാണ്, യാചകി. ഓപ്ഷൻ സി ആണ്. ഇൻ അക്കോർഡൻസ് വിത്ത്, ഇതിന് ഉചിതമായിട്ടുള്ള മലയാള പരിഭാഷ എന്താണ്? 97 അതനുസരിച്ചാണ് കേട്ടോ, അതനുസരിച്ചാണ്. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. ഒറ്റപ്പദം എഴുതുക. അതായത് ഗുരുവിൻ്റെ ഭാവം എന്താണ്? ഗൗരവമാണ്. ഗുരുവിൻ്റെ ഭാവം ഗൗരവം. ശരിയായ പദം എന്താണ്? താഴ്ത്തന്നിരിക്കുന്നതിൽ അവധൂതനാണ്, അവധൂതൻ. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. ശരിയായ വാക്യം ഏതാണ്? 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്. കൈ ചുമരിന്മേൽ തൊടുവിക്കാതെ വരച്ച ചിത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും എക്സാം ഒരല്പം ടഫായിരുന്നു. പുതിയ പുതിയ മേഖലകൾക്ക് പ്രാധാന്യം വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു കട്ട് ഓഫ് ഒന്നും പ്രവചിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. കാരണം എക്സാം പൊതുവേ ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരുപാട് കയറി പോകാൻ വേണ്ടി ചാൻസസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്ക് വരുത്തി ഒരുപാട് തെറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കുക. ഫിലിംസ് ക്ലിയർ ആവും എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.